ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. പാർട്ടി വക്താവ് അജയ് മാക്കനാണ് ഇക്കാര്യം പറഞ്ഞത്. 2018-19 റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് IT റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കാണിച്ചാണ് നടപടി. 210 കോടി രൂപ പിഴയടയ്ക്കണമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബാലു, അജയ് മാക്കൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്രൗഡ് ഫണ്ടിംഗ് വഴിയൊക്കെ ലഭിച്ച പണം ഈ അക്കൗണ്ടുകളിലായിരിക്കും ഉണ്ടാവുക. ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം കൂടിയാണ്. ആര്യ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2 ആഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകാനിരിക്കെയാണ് രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇൻകം ടാക്സിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. മെനഞ്ഞാന്നാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ബാങ്കുകളിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചതെന്നാണ് AICC ട്രഷറർ അജയ് മാക്കൻ അല്പസമയം മുമ്പ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ കോൺഗ്രസ് നൽകുന്ന ചെക്കുകൾ യാതൊന്നും തന്നെ മാറരുത്. അതുപോലെ തന്നെ നിലവിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ആദായ നികുതി വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നീ ആവശ്യങ്ങളാണ് ബാങ്കുകളോട് ഈ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായതിനാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ വർഷം ഈ ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് ഡിസംബർ 31 വരെ നീട്ടിയിരുന്നു. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഏതാണ്ട് അതിനും 1 മാസം കഴിഞ്ഞാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്തത്. സാധാരണഗതിയിൽ ഈ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പിഴ ഇട്ടുകൊണ്ട് ആ നടപടി വേവ് ചെയ്യുകയാണ് സാധാരണ ആദായ നികുതി വകുപ്പും മറ്റും ചെയ്യാറെന്നാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനോട് 210 കോടി രൂപ പിഴ അടയ്ക്കുവാനാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മറ്റുമാണ് കോൺഗ്രസ് ഇപ്പോൾ ഫണ്ട് സ്വരൂപിക്കുന്നത്. അതായത് ചെറിയ തുകകൾ, നാമമാത്രമായ തുകകൾ നിരവധി പേരിൽ നിന്ന് ശേഖരിച്ച അതിലൂടെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ തങ്ങളുടെ പ്രവർത്തനത്തിനായുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതെന്നാണ് അജയ് മാക്കൻ അവകാശപ്പെടുന്നത്. അങ്ങനെ സ്വരൂപിച്ച പണമാണ് നിലവിൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അക്കൗണ്ടിലുള്ളത്. യൂത്ത് കോൺഗ്രസ് ഈ മെമ്പർഷിപ്പ് ഡ്രൈവിലൂടെ, അതായത് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൻ്റെയൊക്കെ ഭാഗമായി സ്വരൂപിച്ച പണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ളതെന്നും അജയ് മാക്കൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും 4 അക്കൗണ്ടുകളാണ് നിലവിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിക്കാൻ വേണ്ടി ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള ബാങ്ക് ഇടപാട് നടത്തുവാൻ കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും സാധിക്കാതെ വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആദായ നികുതി വകുപ്പിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ഈ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ ഇന്ന് ഈ വാദം കേൾക്കൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ വിവേക് ടങ്കയാണ് കോൺഗ്രസിന് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത്. അദ്ദേഹം ഇന്ന് ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുമ്പാകെ ഹാജരായി ഇതിൽ വാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച തീരുമാനം ആദായ നികുതി വകുപ്പോ അതല്ല എങ്കിൽ ജുഡീഷ്യൽ സംവിധാനങ്ങളോ കോടതികളോ ഈ ട്രിബ്യൂണലോ ഒന്നും നീക്കിയില്ല എങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ലീഗലൈസ് ചെയ്തിട്ടുള്ള ഈ സ്ഥാനാർത്ഥികൾക്ക് മറ്റും നൽകുന്നതിനുള്ള പണം പോലും നൽകാൻ വയ്യാത്ത, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്ന ആശങ്കയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. ഏതായാലും ഈ സാഹചര്യത്തിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് അജയ് മാക്കൻ ഇന്ന് ഈ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്ന, അതായത് ഭാരത് ജോഡോ യാത്ര നടത്തുന്ന ഉത്തർപ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ അജയ് മാക്കൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നതായിരിക്കും. നിലവിൽ KC വേണുഗോപാൽ പട്നയിലാണുള്ളത്. അദ്ദേഹം വൈകിട്ടോടുകൂടി ഡൽഹിയിൽ എത്തുകയും ചെയ്യുന്നതായിരിക്കും. കോൺഗ്രസ് സമീപകാലത്ത് എത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇതെന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. കാരണം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തുന്നു എന്നതാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഈ നടപടിയിലൂടെ ഉണ്ടാകുന്ന കാര്യം.